ഹലോ, നമുക്കിന്ന് ഗ്യാരണ്ടീഡ് ആയിട്ടൊരു ആലു പറാട്ട റെസിപ്പി നോക്കിയാലോ. ഗ്യാരണ്ടീഡ് പറയാൻ വേറെ ഒന്നും അല്ല കേട്ടോ. കാരണം ഈ റെസിപ്പി പാളിപ്പോയില്ലാന്ന് എനിക്കൊരു 100% ഉറപ്പുണ്ട്. കാരണം ഇതിലൂടെ എത്താൻ തന്നെ ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൂരം എന്ന് പറഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോയി നല്ല ഉദ്ദേശിച്ച് ഞാൻ ഈ സാധനം കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1000 തവണ ശ്രമിച്ചിട്ട് ഫ്ലോപ്പായി എനിക്കങ്ങ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവം അയച്ച പോലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ താഴത്തെ വീട്ടിൽ വേറെ കുട്ടി താമസിക്കാൻ വരുന്നത്. അവൾ എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി തന്നു. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അവളെ വിളിച്ച് പറഞ്ഞ് പിന്നെ അവളൊരു ദിവസം ഉണ്ടാക്കുന്ന സമയം ഞാൻ അവിടെ പോയി നിന്ന് കണ്ട് പഠിച്ചെടുത്ത റെസിപ്പിയാണിത്. ഇതിലോട്ട് ഞാൻ എൻ്റെതായ വലിയ രീതിയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും കുഞ്ഞു മാറ്റം വരുത്തി സാധനം പിന്നെ ഇതുവരെ ലൈഫിൽ പാളിയിട്ടില്ല. ഞാൻ ഇത് അത്ര ഓവറാക്കുന്നില്ല. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഇത് എന്തായാലും ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ നോർമലി വെളിച്ചെണ്ണ ഇങ്ങനെ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കൊരു 90% ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ ഡ്രൈ മാംഗോ പൗഡർ എന്നുള്ള സാധനം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അത് വാങ്ങിയത് തന്നെ. അത് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇടുക, ഇനി ഇല്ലെങ്കിൽ ഇട്ടില്ല കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഈ ചാട്ട് മസാല, ഗരം മസാല, അജ്വൈനിലെ ഓമം അതൊക്കെ എന്തായാലും ഇടാൻ ശ്രമിക്കുക കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഫ്ലേവറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ പാലക്കാടും കേരളവും വിട്ട് ഒരിക്കലും പുറത്തു പോകാത്ത ആൾക്കാരൊന്നും എന്തായാലും ഈ സാധനം അങ്ങനെ ഇപ്പോൾ ഡിന്നറും നമുക്ക് ആലുപ്പാട്ട് ഉണ്ടാക്കാമെന്നൊരു തോട്ട് മനസ്സിലേക്ക് പോകുന്നേ എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു നല്ല പ്രായം വരെ ഞാൻ ഈ സാധനം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഞാൻ ഉദ്ദേശിച്ച നാട്ടിൻപുറത്തെ പറ്റിയാട്ടോ. ഞാൻ ജനിച്ചതും വളർന്നെല്ലാം പക്ക നാട്ടിൻപുറത്തായതുകൊണ്ട് എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് പറാട്ട എന്നൊരു ടോപ്പിക്കേ ലൈഫിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റീസെൻ്റൊക്കെ ആയിട്ടാണ് ഞാനിത് കഴിച്ചതും ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. പിന്നെ വേറെ നല്ല വശം, ഇതിന് പ്രത്യേകിച്ച് വേറെ കറി വേണ്ട. നല്ലൊരു നാരങ്ങച്ചാറും ഉള്ളി സാലഡും ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. നോർത്ത് ഇന്ത്യൻസൊക്കെ നിറയെ നെയ്യൊക്കെ വാരിക്കോരി ഒഴിക്കുന്നത് കാണാം. പക്ഷെ നമുക്ക് വേണ്ട നെയ്യ് ഒഴിച്ചാൽ മതി. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.